പിന്നെ അപ്പം ചില ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, നിലമ്പൂർ കേരളത്തിൻ്റെ ഭാഗമല്ലേ, ബി ജെ പിക്ക് നിലമ്പൂർ വേണ്ടേ, നിലമ്പൂരിന് വികസനം വേണ്ടേ എന്നൊക്കെ BJP-യുടെ വോട്ട് അത് ചോദിക്കാനുള്ള അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം അങ്ങനെ. അപ്പോൾ ചോദ്യത്തിന് വേണ്ടി ഇത്തരം ചോദ്യങ്ങളൊന്നും ഒരു കാലത്തും ഗവനിച്ച ആളല്ല രാജീവ്. ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഗവനിക്കാറില്ല. അതുപോലെ ഇക്കാര്യത്തിൽ രാജീവിൻ്റെ ഒരു മാതൃകയായി നിങ്ങൾക്ക് കാണാം, ഒന്ന് പിണറായി വിജയനും മോഡിയാണ്. നിങ്ങൾ എന്തൊക്കെ ചോദിക്കും വല്ലതും മൈൻഡ് ചെയ്യും. മോഡി തിരിഞ്ഞു പോലും നോക്കില്ല, പിണറായി വിജയൻ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയെങ്കിലും ചെയ്യും. കാരണം അവർക്ക് അവർ കോൺഫിഡൻ്റ് ആണ് അവരാരാണെന്നുള്ളതിൽ. ഇപ്പം രാജീവിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെന്ന് ചിലപ്പം പോയി മത്സരിക്കുകയായിരുന്നു. കാരണം വേറെ ഒരുപാട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, ഫണ്ട് പിരിക്കാം. രാജീവിന് പൈസേൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം പൈസേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ രാജീവ് പണിയൊന്നും എടുക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ രാജീവിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഇനിയിപ്പോൾ അറിയില്ല, BJP-ൻ്റെ ഉപദേശകൻ എന്ന് പറയുന്ന എല്ലാ ആളുകളൊക്കെ മത്സരിക്കണം, അല്ലെങ്കിൽ അത് വോട്ട് CPM-ന് പോയി എന്നുള്ള ആരോപണം വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇപ്പോൾ രാജീവ് മനം മാറ്റുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ മാറ്റുന്ന ആളല്ല അദ്ദേഹം. മനം മാറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊന്നും ഇവരായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത ഒരാളെ. ഇനി ഇത് CPM-ന് പോകുമോ അതൊന്നും പറയാൻ പറ്റില്ല. വോട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ ചില ആളുകൾ ഇപ്പം വോട്ട് ചെയ്യാൻ പോവില്ല. കഴിഞ്ഞാണ് രാജീവിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് RSS ഇവിടെ വോട്ട് ചെയ്യാൻ പോകാത്ത പോലെ. അങ്ങനെയാണ് രാജീവ് തോറ്റത്. അപ്പം അത് മോഡി കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണ്ടെന്ന് ചിലർ വിചാരിച്ചിരുന്നു. അതൊരു ദേശീയ തലത്തിൽ തന്നെ അങ്ങനെയാണ് BJP മൊത്തം സീറ്റ് പോകുന്നത്, മഹാരാഷ്ട്രയിലും UP-യിലും. പിന്നെ ഇങ്ങനെയുള്ള രാജീവിനെ പോലുള്ള ആളുകൾ തോറ്റു. ചില ആളുകൾ CPM-ന് വോട്ട് ചെയ്തതെന്ന് വരാം, അവരെ വീട്ടിൽ പെൻഷനൊക്കെ എത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സ്വാധീനം ചെലുത്തിയെന്ന് വരാം. അതൊക്കെ ഉണ്ടാവും.